7 വയസ്സുകാരി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച കൊട്ടാരക്കര കുന്നിക്കോട് വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ഇതര സംസ്ഥാന തൊഴിലാളി അടക്കം 2 പേർക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇതാണ്ട് ഞാൻ താമസിക്കുന്ന മേളില്ല. അതുകൊണ്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് പട്ടി ഇഷ്ടംപോലെ ഞങ്ങൾ എറിയോ കടന്ന് എവിടുന്ന് കൊണ്ടിട്ട പട്ടിയാണെന്നറിയാൻ വയ്യ. ഇപ്പോൾ ലൈവായിട്ട് വന്ന ഇവിടെ ഈ ടയറുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ വീസടിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ അവരെ കടിച്ച് ഞാൻ മോളിൽ നിന്ന് കാണുമല്ലോ. അവിടെ ഒരു കാക്ക, നമ്മുടെ പള്ളി വരുന്നൊരു കാക്കയെ ചാടി കയറി കടിച്ച്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നൂറി വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ 1-ാം നമ്പർ 100 വിളിച്ചിട്ട് അവർ ഇതുവരെ പ്രതികരിച്ചിട്ട് പോലും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ആരും വന്നിട്ടില്ല. എത്ര എണ്ണം പട്ടികളെ ഇങ്ങോട്ട് തിരിഞ്ഞാലും പട്ടികളെ. LP സ്കൂളിൽ തമ്പടിച്ച് കിടക്കുക. കുന്നിക്കോട് LP സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സുജിത്ത്, അവിടെ കുന്നിക്കോട്ടെ ആ കുഞ്ഞിന്റെ വേദന, കുഞ്ഞിന്റെ ദുരിതമൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്, ആ കുടുംബത്തിന്റെ വേദനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ആ കുടുംബം പറഞ്ഞതാണ്, ഇവിടെ ഇഷ്ടംപോലെ ഈ അറവ് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നു, അതാണ് ഇങ്ങനെ തെരുവുനായകൾ പെരുകാൻ കാരണം, ഈ ഭാഗത്ത് അതിങ്ങനെ കൂട്ടമായി ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞതാണ്. ഇതാ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ലാന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇതിപ്പോൾ ടൗൺ ഏരിയയിലാണ് കൂടുതൽ നായ്ക്കളുള്ളത്. അതിൽ അവിടെ പഞ്ചായത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടുന്നില്ല എന്നാണോ? അതേ പ്രജിൻ, 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഈ കുട്ടിയെ മരിച്ച ആ സ്ഥലത്തിന് സമീപത്തായി തന്നെ ഇത്തരത്തിൽ ഉണ്ടായത്. 2 പേരെയാണ് തെരുവുനായ ഇന്ന് കടിച്ചത്. അതായത് അവിടുത്തെ സമീപത്തുള്ള ഒരു ടയർ കടയിലെ തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളി മുന്ന എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരനെയും ഒപ്പം തന്നെ സമീപത്തുള്ള ഒരു പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ വയോധികനെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. അതിനുശേഷം പ്രദേശത്താകെ ഭീതി പരത്തി നായ നടക്കുകയായിരുന്നു. പിന്നീട് ആളുകൾ തടിച്ചു കൂടിക്കൊണ്ട്, ആളുകൾ സംഘടിച്ചുകൊണ്ട് പല ഭാഗങ്ങളായി തിരിഞ്ഞ് ഈ നായയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഇതിന് സമീപത്തായി തന്നെ, ശാസ്ത്രി ജംഗ്ഷന് സമീപത്ത് നിന്ന് തന്നെ ഈ തെരുവുനായയെ ആളുകൾ ചേർന്നുകൊണ്ട് കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു. നിരവധി പേർക്ക് നേരെ ആ നായ പാഞ്ഞെടുക്കുകയും ഭീതി പരത്തുകയുമായിരുന്നു. പഞ്ചായത്തിൽ ഇക്കാര്യം വിളിച്ചറിയിച്ചെങ്കിലും യാതൊരു നടപടികളും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, വിളിച്ച ആളുകളോട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വളരെ മോശമായി സംസാരിച്ചുവെന്നും നാട്ടുകാർ പ്രതികരിക്കുകയാണ്. കാരണം ഈ കുട്ടി മരണപ്പെട്ട സംഭവത്തിന് തൊട്ടു പിന്നാലെ പഞ്ചായത്തിൽ ഈ തെരുവുനായ്കളെ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളൊക്കെ ചെയ്യും, ഇതിനുവേണ്ടി ഷെൽട്ടർ ഹോം ഒരുക്കും എന്നൊക്കെ പറഞ്ഞ പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ കൈമലർത്തുകയാണ്. എല്ലാ സംഭവങ്ങളും മറന്നതുപോലെ പഞ്ചായത്ത് ആളുകൾ ഈ തെരുവുനായ ശല്യം വിളിച്ചു പറയുമ്പോൾ ആളുകളോട് അപമര്യാദയായി പെരുമാറുന്നു പഞ്ചായത്ത് അധികൃതർ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ഇപ്പോൾ 2 പേരെ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നു. 2 പേരും ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പ്രജിൻ, സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.